ഈശോയിൽ പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ ഒരു സ്പിരിച്വൽ തലം നിങ്ങളോട് വീഡിയോസിലൂടെ ഷെയർ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് ഈ ഒരു ഷോർട്സിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്പിരിച്വാലിറ്റിയും സൈക്കോളജിയും കൂടിയിട്ടുള്ള ഒരു മിക്സ് ആയിട്ട് നിങ്ങളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ, മെൻ്റൽ സ്ട്രഗിളുകളിൽ ഒരു പ്രാഥമികമായ സഹായം എന്നതുപോലെ മാത്രം. അത് സിവിയർ ആയിട്ടുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണുകയും സൈക്കോളജിസ്റ്റിനെ കാണുകയും മരുന്ന് കഴിക്കേണ്ടടുത്ത് മരുന്ന് കഴിക്കുക, തെറാപ്പി ചെയ്യേണ്ടടുത്ത് തെറാപ്പി ചെയ്യുക. അതൊന്നും വേണ്ടാന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇറ്റ്സ് അപ് ടു ദ പേഴ്സൺ ആണ്. പക്ഷേ ഒരു പരിധി വരെ സ്പിരിച്വാലിറ്റിക്ക്, ദൈവവിശ്വാസത്തിന് നിങ്ങളുടെ മാനസികമായിട്ടുള്ള സ്ട്രഗിളുകളിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഈ വീഡിയോസിലൂടെയൊക്കെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പം ഇത് പറയേണ്ടതിൻ്റെ ആവശ്യകത, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് അറിയാവുന്നവരോട് നിങ്ങളിത് ഷെയർ ചെയ്തിട്ടിരിക്കണം. മാനസികമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന മനുഷ്യന്മാരോട് നിങ്ങളിത് ഷെയർ ചെയ്യുകയും വേണം. അതായത് ദൈവം, ഈശോ ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു അന്ധനായ മനുഷ്യനെ കാണുന്നുണ്ട്. അപ്പം ആളുകൾ ചോദിക്കുന്നുണ്ട്, ഇവൻ അന്ധനായത് എന്തുകൊണ്ടാണ്? അവൻ്റെ തെറ്റുകൊണ്ടാണോ, ഇവൻ്റെ മാതാപിതാക്കളുടെ തെറ്റുകൊണ്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈശോ പറയുന്നത് അവൻ്റെ തെറ്റുകൊണ്ടോ അവൻ്റെ മാതാപിതാക്കളുടെ തെറ്റുകൊണ്ടൊന്നുമല്ല, മറിച്ച് അവനിലൂടെ ദൈവമഹത്വം പ്രകടമാകാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യമുള്ള ഘടകം. നിങ്ങൾക്ക് അനുഭവിക്കുന്ന പല മെൻ്റൽ സ്ട്രഗിളുകളുടെയും പുറകിൽ ഒരു സ്പിരിച്വൽ സൈഡ് ഉണ്ട്. ആ സ്പിരിച്വൽ സൈഡിനെ അഡ്രസ്സ് ചെയ്യാതെ നിങ്ങളത് സൈക്കോളജിക്കലി മാത്രം അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം മാനസികാരോഗ്യ പ്രശ്നങ്ങളാകും. ഇപ്പോൾ ഫൗസ്റ്റീന പുണ്യവതിയെ നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോവാണെങ്കിൽ അവർക്ക് ഹാലൂസിനേഷൻ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് അവർക്ക് ചിലപ്പം ചികിത്സ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം വളരെ പലതരത്തിലുള്ള സ്ട്രഗിളുകൾ അനുഭവിച്ച മനുഷ്യന്മാരുണ്ട്. നമ്മുടെ വിശുദ്ധരുടെ ജീവിത ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി പല സ്ട്രഗിളുകളുള്ള മനുഷ്യന്മാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ മനഃശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ മാത്രം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ മാനസികാരോഗ്യ പ്രശ്നങ്ങളാണെന്ന് പറയാൻ പറ്റും. പക്ഷേ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു സൈഡ് ഉണ്ട്. സ്പിരിച്വാലിറ്റിക്ക് അങ്ങനെ ഒരു തലമുണ്ട്. മനുഷ്യന്മാരുടെ മനസ്സുമായിട്ട് സ്പിരിച്വാലിറ്റി കണക്റ്റഡ് ആണ്. അതുമായിട്ടൊരു തലമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വലായ കാര്യങ്ങളെ നിങ്ങൾ മനഃശാസ്ത്രത്തിൽ അഡ്രസ്സ് ചെയ്യാൻ പോയാലും മനഃശാസ്ത്രപരമായ നിങ്ങളുടെ പ്രശ്നങ്ങളെ സ്പിരിച്വാലിറ്റി അഡ്രസ്സ് ചെയ്യാൻ പോയാലും രണ്ടും കൂടെ കൺഫ്ലിക്റ്റ് ഉണ്ടാക്കും. അപ്പം നിങ്ങൾക്ക് കൂടുതൽ സ്ട്രഗിളുകൾ കൂടും. അപ്പം നിങ്ങളൊരു മാനസികമായിട്ടുള്ള സംഘർഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ മനഃശാസ്ത്രത്തിൻ്റെ മനസ്സിനെ മാത്രം ചിന്തിക്കേണ്ടതല്ല. ചിലപ്പോൾ അതൊരു സ്പിരിച്വൽ സ്ട്രഗിൾ ആകാം, ഒരു സ്പിരിച്വൽ സൈഡ് ഇതിനുണ്ടാകാം. അത് നിങ്ങളോട് പറഞ്ഞു വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ഒരിക്കലും മനഃശാസ്ത്രത്തിന് നിങ്ങളുടെ സ്പിരിച്വൽ ജേർണി അഡ്രസ്സ് ചെയ്യാൻ അറിയില്ല. മനഃശാസ്ത്രം ഒരിക്കലും നിങ്ങളുടെ സോളുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യില്ല. അത് നിങ്ങളുടെ മനസ്സിനെ മാത്രം, അതും എഴുതി വയ്ക്കപ്പെട്ട തിയറികളും അതിൻ്റെ കുറേ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ അഡ്രസ്സ് ചെയ്യുക. അപ്പം ഈ സോളുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ അവിടെ മനസ്സിലാവില്ല. അവർക്കത് പഠിച്ചിട്ടില്ല. അവർ അതിനെക്കുറിച്ചല്ലല്ലോ പഠിക്കുന്നത്. സോ ഒരു മനുഷ്യൻ്റെ മെൻ്റൽ മൈൻഡ് എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ്. അയാളുടെ സ്പിരിച്വൽ ജേർണിയായിട്ട് കണക്റ്റഡ് ആണ്. ഗോഡ് എന്നുള്ള എക്സ്പീരിയൻസുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ മെൻ്റൽ സ്ട്രഗിളുകൾക്ക് ഒരു സ്പിരിച്വൽ സൈഡ് കൂടി ഉണ്ട്. ഇത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. നിങ്ങൾ അങ്ങോട്ട് പോകേണ്ടവർ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകേണ്ടവർ ഇങ്ങോട്ട് പോകണം. പിന്നെ തൽക്കാലത്തേക്ക് നിങ്ങൾക്കൊരു ഹെൽപ്പ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്.